നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ചിലർക്ക് ദിനം തോറും നമ്മൾ പണം കൊടുക്കാറുണ്ട്. ചിലരിൽ നിന്നും ദിനം തോറും നമ്മൾ പണം വാങ്ങാറുമുണ്ട്. ദിവസവും നമ്മുടെ വീട്ടിൽ പണം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, വീട്ടിൽ എവിടെയെല്ലാമാണ് പണം വെക്കേണ്ടത്, ഇത് വളരെ പ്രധാനമാണ്. പണത്തിന്റെ സമ്പത്തിന്റെ അധിപതിയായ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ എപ്പോഴും തങ്ങണം. ലക്ഷ്മി ദേവി നമ്മളിൽ നിന്നും ഒരിക്കലും വിട്ടുപോകരുത്. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ശമ്പളം വാങ്ങിയ ഒരു 10 ദിവസം കൊണ്ട് തന്നെ വാങ്ങിയ ശമ്പളം എവിടെ പോയെന്ന് പോലും പലർക്കും അറിയില്ല. ബാക്കിയുള്ള 20 ദിവസം എങ്ങനെയാണ് കഴിയേണ്ടത്? ഇത് പലർക്കും ഒരു ചോദ്യചിഹ്നമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതെ എപ്പോഴും പണം നമ്മുടെ കയ്യിൽ നിൽക്കാനും നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു നല്ല തുക ഉണ്ടാകുവാനും നമുക്ക് സാധിക്കാത്തത് ദിവസം തോറും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലമാണ്. ഇത് ചിലപ്പോൾ ആരും വേണമെന്ന് കരുതി ചെയ്യുന്നതല്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലം ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ വിട്ടു പോകുന്നതാണ്. നമ്മളെ ആരാണോ ബഹുമാനിക്കുന്നത്, ആരാണോ മതിക്കുന്നത്, അവരുടെ വീട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. അവരുമൊത്തായിരിക്കും നമ്മൾ സമയം ചിലവഴിക്കുന്നതും. എന്നാൽ നമ്മളെ പുച്ഛമായി കരുതുന്നവരുടെ വീട്ടിൽ നമ്മൾ പോകാറില്ല. അതുപോലെ തന്നെയാണ് ലക്ഷ്മി ദേവിയും. ആരാണോ ലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നത്, സ്വീകരിക്കുന്നത്, അവരുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവി വസിക്കുന്നതാണ്. മറിച്ച് പണത്തിന് യാതൊരുവിധ മര്യാദയും നൽകാതെ പണം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ ആ വീട്ടിൽ ലക്ഷ്മി ദേവി ഒരു മിനിറ്റ് പോലും വസിക്കില്ല. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ആ തെറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൊതുവായി എല്ലാ വീട്ടിലും നാണയത്തുട്ടുകൾ അഥവാ ചില്ലറ കാശുകൾ ഉണ്ടാകും. എന്നാൽ എത്ര പേർ നമ്മുടെ വീട്ടിൽ നാണയത്തുട്ടുകൾ അത് വെക്കേണ്ട ഇടത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് വെക്കാറുണ്ട്? ഒരുപാട് പേർ ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ ടിവിയുടെ അടുത്തോ അതുമല്ലെങ്കിൽ കിച്ചണിലോ അവിടെ ഇവിടെയുമായി നാണയത്തുട്ടുകളും നോട്ടുകൾ മടക്കിയും വെക്കാറുണ്ട്. പലരുടെ വീട്ടിലും ഇത് ചെക്ക് ചെയ്താൽ നല്ലൊരു തുക ലഭിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. അത് 1 രൂപ നാണയമാണെങ്കിൽ പോലും അത് വെക്കേണ്ട ഇടങ്ങളിൽ വെക്കുമ്പോൾ മാത്രമേ 1 രൂപ നാണയം നാളെ 100 രൂപയായി നമുക്ക് തിരികെ ലഭിക്കൂ. ചിലർ പേഴ്സിലായിരിക്കും പണമോ അല്ലെങ്കിൽ നാണയമോ വെക്കാറ്. ചിലർ ചില ബോക്സുകളിലും പണമിട്ട് വെക്കാറുണ്ട്. മറ്റു ചിലർ കുടുക്കയിലായിരിക്കും പണമിട്ട് വെക്കാറ്. ഇത് നാണയത്തുട്ടുകളല്ലേ, അതെവിടെയെങ്കിലും വെച്ചാൽ പോരെ എന്ന് നിസ്സാരമായി കാണരുത്. നിങ്ങൾ എവിടെ പണം വെച്ചാലും അല്ലെങ്കിൽ നാണയങ്ങൾ വെച്ചാലും അത് വെക്കുന്നത് ഏത് മുറിയിലാണെങ്കിലും അവിടെ തെക്കു പടിഞ്ഞാറ് മൂലയുണ്ട്. ആ ഒരു ഭാഗത്ത് വേണം നിങ്ങൾ പണം സൂക്ഷിച്ചു വെക്കുവാൻ. നിങ്ങളുടെ വീടിന്റെ ഹാളിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ കുടുക്കയിലോ അതുമല്ലെങ്കിൽ പേഴ്സിലോ ഒരു ബൗളിലാണ് നിങ്ങൾ പണം വെക്കുന്നതെങ്കിലും അതിൽ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കുക. പച്ചക്കർപ്പൂരത്തോടൊപ്പം ഏലക്കാപ്പൊടിയും ഇതേപോലെ തന്നെ നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ കുടുക്കയിലോ പണം വെക്കുന്ന ബോക്സിലോ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. മാത്രമല്ല നിരന്തരമായി ദേവി നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പണം വെക്കുന്ന ഇടം എപ്പോഴും നല്ല ശുദ്ധിയായിരിക്കണം. പണം വെക്കുന്ന ഭാഗത്ത് കാലാവധി കഴിഞ്ഞ ബില്ലുകളോ ചീട്ടുകളോ ഒരു കാരണവശാലും വെക്കുവാൻ പാടില്ല. ചിലരെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കുന്ന നാപ്കിൻ അലമാരയിൽ സൂക്ഷിക്കുക പതിവാണ്. അതിന്റെ അരികിൽ പണവും സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഇതുകൂടാതെ ബ്ലേഡ്, കത്തി, കത്രിക ഇവയോടൊപ്പവും പണം സൂക്ഷിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാം. എന്നാൽ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കൊടും തെറ്റാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ മറ്റുള്ളവർ നമ്മുടെ കയ്യിൽ പണം തരുമ്പോൾ നമ്മളത് വലത് കൈകൊണ്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. അതായത് വരവെന്നത് വലത് കൈയാലും ചിലവെന്നത് ഇടത് കൈയാലുമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് പണം നൽകുമ്പോൾ നിങ്ങളുടെ വലത് കൈയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ഇടത് കൈ നീട്ടി പണം വാങ്ങരുത്. നിങ്ങളുടെ ഇടത് കൈകൊണ്ട് നിങ്ങൾക്ക് വരാനുള്ള പണം നിങ്ങൾ വാങ്ങുന്നതിലൂടെ അത് 2 മടങ്ങായി തിരികെ നിങ്ങളെ വിട്ടു പോകുന്നതാണ്. എന്നാൽ എപ്പോഴും പണം വാങ്ങുന്നത് വലത് കൈകൾ കൊണ്ടാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം വളരെ വേഗത്തിൽ ഉയരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അശുഭകരമായ ചിലവുകൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും നിങ്ങളുടെ ഇടത് കൈകൾ കൊണ്ടാണ് പണം നൽകേണ്ടത്. ഇനി ഇടത് കൈകൊണ്ട് പണം നൽകുമ്പോൾ മറ്റുള്ളവർ എന്തു വിചാരിക്കും, അത് മോശമാണോ
എന്നൊരു ചിന്ത അല്ലെങ്കിൽ തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണോ പണം ചെലവാക്കുന്നത് അവിടെ ഒരു ടേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സോ അല്ലെങ്കിൽ ബോട്ടിലോ അതുമല്ലെങ്കിൽ ബുക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണം നേരിട്ട് കയ്യിൽ നൽകാതെ അതിനു മുകളിൽ നിങ്ങൾക്ക് ഇടത് കൈകൊണ്ട് പണം വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കാർഡ് ഉപയോഗിച്ചാണ് പണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതല്ല, നേരിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് പണം നൽകുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. അതായത് നമ്മുടെ വലത് കൈ എപ്പോഴും വാങ്ങുന്നതിന് അല്ലെങ്കിൽ വരവിനുള്ളതാകണം. ഇടത് കൈ ആകട്ടെ നമ്മൾ ചിലവാക്കുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ വലത് കൈയും ഇടത് കൈയും ശരിയായി നോക്കി നിങ്ങൾ പണം കൊടുക്കൽ വാങ്ങൽ നടത്തിയാൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ പണം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമുക്ക് തോന്നിയ രീതിയിൽ പണം നൽകരുത്. സിംഹത്തിന്റെ ആ ഒരു പടം വരുന്ന ഭാഗത്ത് നമ്മുടെ തള്ളവിരൽ പിടിച്ചുകൊണ്ട് വേണം മറ്റുള്ളവർക്ക് പണം നൽകുവാൻ. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. എന്നാൽ പണം നൽകുമ്പോൾ ഈ രീതിയിൽ വേണം നൽകുവാൻ. ഇനി പണം നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോഴും അല്ലെങ്കിൽ പേഴ്സിൽ വെക്കുമ്പോഴും അത് അലക്ഷ്യമായി നല്ലതുപോലെ ചുരുട്ടിക്കൂട്ടി അല്ലെങ്കിൽ മടക്കി ഒരു കാരണവശാലും പേഴ്സിൽ വെക്കരുത്. പണം നീളത്തിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വേണം നമ്മുടെ പേഴ്സിൽ വെക്കുവാൻ. ഇനി അടുക്കി വെക്കത്തക്ക രീതിയിൽ ഒരുപാട് പണമൊന്നും നമ്മുടെ കയ്യിലില്ല. ഒരു 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു നോട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും ആ നോട്ട് മടക്കാതെ നിവർത്തി വേണം നമ്മുടെ പേഴ്സിൽ വെക്കുവാൻ. അതുപോലെ തന്നെ നിങ്ങൾ പണം വെക്കുന്നത് എവിടെയൊക്കെയാണെങ്കിലും അവിടെ നല്ല സുഗന്ധം നിറഞ്ഞതായിരിക്കണം. ഈ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിനെല്ലാം ഉപരി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർ പണം ചിലവാക്കുമ്പോൾ ഒരുപാട് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെയാണ് പണം ചിലവാക്കാറ്. അയ്യോ, ഇത്രയും പണം മുടക്കി ഇത് വാങ്ങണോ? ഞാൻ സമ്പാദിച്ച പണമെല്ലാം ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ അവരവർക്കാണെങ്കിലും അതല്ല മക്കൾക്ക് വേണ്ടിയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചിലവാക്കിയാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സങ്കടമായിരിക്കും. എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് പണം നിങ്ങൾ ചിലവാക്കരുത്. മറിച്ച് ഏതാവശ്യത്തിന് വേണ്ടി പണം ചിലവാക്കിയാലും അത് വളരെ സന്തോഷത്തോടു കൂടി ചിലവാക്കുക. നമ്മുടെ കയ്യിലുള്ള പണം ഒരേ രീതിയിൽ നമ്മുടെ കയ്യിൽ നിൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. അത് റൊട്ടേഷൻ ചെയ്യുമ്പോഴാണ് ആ പണം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് സന്തോഷമുള്ള മനസ്സോടുകൂടി തന്നെ പണം നിങ്ങൾ ചിലവാക്കുക. തീർച്ചയായും ആ പണം തിരികെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായും വളരെ വലിയ രീതിയിൽ തന്നെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ ഈശ്വരന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ വലതു കൈകൊണ്ടാണ് അത് നൽകേണ്ടത്. ഇനി ഇത് കൂടാതെ ഓരോ മാസവും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ തുകയുടെ എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് ദാനമായി നൽകുക. തീർച്ചയായും 100% അത് പല മടങ്ങായി തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഒരുപാട് ദാനധർമ്മത്തിന് വേണ്ടിയുള്ള ശമ്പളമൊന്നും എനിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളമെങ്കിൽ പശുവിന് 2 പഴമെങ്കിലും വാങ്ങി നൽകാവുന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരവരുടെ ശമ്പളത്തിനനുസൃതമായ ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും കൊടുക്കുന്നത് പല മടങ്ങായി തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പണം നൽകുമ്പോൾ ഞാൻ ചിലവാക്കുന്ന പണം തിരികെ എന്നിലേക്ക് തന്നെ വന്നു ചേരും. പണം വരിക വരിക പെരുക പെരുക, ഈ ഒരു വാക്ക് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് വേണം പണം നൽകുവാൻ. ഉറപ്പായും ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആ പണം തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.